ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശരീരം മുഴുവൻ നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. തക്കാളിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വേനൽക്കാലത്ത് ഉണ്ടാകുന്ന കരുവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവാനും കറുത്ത പാടുകൾ മാറാനും സ്കിന്നിലെ ഓപ്പൺ പോസിൻ്റെ സൈസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങനെ എടുത്തിട്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിനി ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അരച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നെ നല്ലപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കാൻ സഹായിക്കും. പിന്നെ ഇതിൽ ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഒരുവിധം മോയ്സ്ചറൈസേഴ്സിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഹൈലൂറോണിക് ആസിഡ്. അപ്പോൾ ഇതുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കിയിട്ട് വെക്കും. പിന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ മുരിച്ചൽ പോലെയുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ലൊരു നോർമൽ സ്കിന്നിലേക്ക് ആയി കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തിട്ട് ആദ്യം കഴുകി എടുക്കണം, അതിനുശേഷം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും കൂടെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് അരച്ച പേസ്റ്റിലേക്ക് ഈ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം മതി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവാനും നമ്മുടെ സ്കിന്നിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറിക്കിട്ടാനും നിറം വയ്ക്കാനും പാടുകൾ മാറാനും ഒക്കെ സഹായിക്കും. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു കാപ്പിപ്പൊടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഫേസ് പാക്കിൻ്റെ ആ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നമുക്കിതൊരു പാക്കാക്കി എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പൊടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ സ്കിന്നിന് അരിപ്പൊടിയാണ് സ്യൂട്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം, അല്ല ഗോതമ്പ് പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഈ 3 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഗോതമ്പ് പൊടി, അല്ലെങ്കിൽ അരിപ്പൊടി, അല്ലെങ്കിൽ കടലമാവ്. ഇതിലേതാണോ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കുറച്ച് കടലമാവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം നിങ്ങൾ മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ വളരെ പതുക്കെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ കരുവാളിപ്പൊക്കെ പോയിട്ട് നിറം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇതാണ് കഴുകി വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്